മാധ്യമങ്ങൾ വിവാദങ്ങൾ മാത്രം ചർച്ചയാക്കിയാൽ മതിയോ അതോ വികസനം കൂടി ചർച്ചയാക്കണ്ടേ എന്ന ചോദ്യത്തിലാണ് ഇന്ന് നമ്മൾ പൊതുജനങ്ങളോട് അവരുടെ പ്രതികരണം തേടിയത്. തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. ഒരു നാടിനു വേണ്ടി ശബ്ദമുയർത്തേണ്ടവരാണ് മാധ്യമങ്ങൾ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുകയും അവ നേടിയെടുക്കുന്നതുവരെ പോരാടുകയും ചെയ്യുക എന്നതാണ് മാധ്യമധർമ്മം. എന്നാൽ വെറും ചാനൽ റേറ്റിംഗിലേക്ക് ഈ മാധ്യമധർമ്മം ഇന്ന് ഒതുങ്ങിക്കൂടുന്നു. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവയെ വളച്ചൊടിച്ചുകൊണ്ട് വിവാദങ്ങളാക്കി മാറ്റുവാൻ ഇന്ന് മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് നടത്തുവാനോ അതിനൊരു തീരുമാനമുണ്ടാക്കുവാനോ ഒന്നും ഇന്ന് ഒരു മാധ്യമങ്ങളും പരിശ്രമിക്കുന്നില്ല. പക്ഷേ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കുവാനും ആ വിവാദങ്ങൾ വഴി സ്വന്തം റേറ്റിംഗ് കൂട്ടുവാനും ജനങ്ങളെ വിഡ്ഢികളാക്കുവാനും ഇന്ന് മാധ്യമങ്ങൾ മടിക്കുന്നില്ല. സ്വന്തം കർത്തവ്യം മറന്നുകൊണ്ട് നാടിന്റെ നാവായി മാറേണ്ട, ജനങ്ങളിലേക്ക് സത്യം എത്തിക്കേണ്ട മാധ്യമങ്ങളുടെ ഈ നിലപാടുകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാക്കി മാധ്യമ ശ്രദ്ധ മൊത്തം അതിലേക്ക് കൊണ്ടുപോയി ജനകീയ പ്രശ്നത്തിൽ നിന്നും നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും യുവജനങ്ങളുടെ ഈ നാട്ടിൽ നിന്നുള്ള കൊഴിഞ്ഞുവെപ്പിനെ പറ്റി ഒന്നും ആരും പരാമർശിക്കാൻ തയ്യാറാകുന്നില്ല. പുതിയ തലമുറയെല്ലാം ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയോ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയോ ഈ രാജ്യം ഇത്രയേറെ ഡെവലപ്പായതിനെ പറ്റിയോ ഒന്നും ഇപ്പം ചർച്ചയില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഇവിടെ ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ള നല്ലൊരു പരസ്യം കൊടുക്കുന്നതിലൂടെ യുവജനങ്ങളെല്ലാം വിദേശത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് 1, 2, 3 ദിവസം ഇപ്പം പല നിസ്സാര കേസുകളും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നിസ്സാര കാര്യങ്ങളെടുത്ത് മാധ്യമങ്ങൾ മൊത്തം അതിൻ്റെ പുറകെ പോവുക. ഞാൻ പറയുന്നത് പ്രകൃതി ദുരന്തത്തിൻ്റെ പുറകെ പോയതോ മറ്റു കാര്യങ്ങളോ അല്ല. ചെറിയ വിവാദങ്ങൾ കൊണ്ടുവന്ന് അതിങ്ങനെ വലിച്ചു നീട്ടി കാര്യപ്രാപ്തിയുള്ള നമ്മളുടെ ചിന്താശൈലികളെ, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ നമ്മുടെ ചിന്താശൈലികളെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് പോകേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാണ് പോകുന്നത്. വിവാദങ്ങളുണ്ടാക്കുക, നെഗറ്റീവായ എനർജി യുവജനങ്ങളിലേക്ക് വരുത്തുക, ഈ ഇനം കാഴ്ചപ്പാടിലേക്കാണ് പോകുന്നത്. ശരിക്കും ഇപ്പോൾ ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എടുത്താലും വിവാദങ്ങളുടെ പുറകെയാണ് മാധ്യമങ്ങൾ. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്, അതിൻ്റെ പുറകെ അങ്ങ് പോവുക. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പല ജനകീയ വിഷയങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും, അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ നല്ല പ്രശ്നങ്ങളാകട്ടെ, ശരിക്കും മാധ്യമധർമ്മം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയാണ് അവർ ഓരോ വിവാദവും ഓരോ ദിവസവും എടുക്കുന്നു, അതിൻ്റെ പുറകെ പോകുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ മുന്നോട്ട് കൊണ്ടിരുന്നില്ല. ഇവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരാളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക്, ഒരു നാക്കുപിഴ, അതിൻ്റെയൊക്കെ പുറകെ അങ്ങ് പോവുക. എത്രയോ ആളുകളുടെ പുറകെ നടക്കുന്ന സമയം കൊണ്ട് എത്രയോ പാവങ്ങൾക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് ഈ മാധ്യമം മുന്നോട്ട് വരും. ശരിക്കും മാധ്യമധർമ്മം എന്ന് പറയുന്നത് സത്യമായിട്ടും ആളുകളെ സഹായിക്കലാണല്ലോ. പക്ഷേ അതെല്ലാം വിസ്മരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്.